ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ യഹൂദ്യർ ഒക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അതെന്തിനാണ് അവർ നിന്നത്? ഏത് സാഹചര്യത്തിലാണ് അവർ നിന്നത്? നമുക്കത് കേട്ടാൽ അത്ഭുതം തോന്നും. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹൂദരെല്ലാവരും കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും കൂടെ വന്നത് ഒരു സഭായോഗം കൂടാനോ ആരാധിക്കാനോ മാത്രമാണെന്നാണ് നാം ചിന്തിച്ചു പോകുന്നത്. എന്നാൽ ഈ 20-ാം അധ്യായം ആദ്യം വായിക്കുമ്പോൾ യഹൂദ രാജാവായ യഹോശാഫാത്തിന് യുദ്ധം നേരിട്ടു. അമ്മോന്യരും മോവാബ്യരും മെയൂന്യരും യഹോശാഫാത്ത് രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് യഹോശാഫാത്ത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു വലിയ ഉപവാസം പ്രസിദ്ധമാക്കി. ജനങ്ങളെല്ലാം ദേവാലയത്തിൽ വന്നു. അവർ സഭാമധ്യേ വന്നു. അവരെല്ലാവരും, കുഞ്ഞു കുട്ടികളും മാതാപിതാക്കളും മക്കളും എല്ലാം ചേർന്ന് വന്നു. രാജാവും വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിലേക്കല്ലേ പോകേണ്ടത്? യുദ്ധക്കളത്തിലേക്കല്ലേ പോകേണ്ടത്? എന്നാൽ ഇവർ ദൈവാലയത്തിലേക്ക് വന്നു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ യുദ്ധങ്ങൾ, ആത്മീയ യുദ്ധങ്ങൾ, ഭൗതിക യുദ്ധങ്ങൾ, ജഡത്തിൻ്റെ പോരാട്ടങ്ങൾ, ഇങ്ങനെയെല്ലാം വരുമ്പോൾ നാം സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുകയോ നേരെ യുദ്ധത്തിന് പുറപ്പെടുകയല്ല വേണ്ടത്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. അതാണ് വചനം പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുത്തുകയും, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒരുപക്ഷെ രക്തവും മാംസവുമുള്ള മനുഷ്യരാണ് നമ്മുടെ മുന്നിൽ നിന്ന് നമുക്കെതിരായി ചെയ്യുന്നതെങ്കിലും അവരല്ല, അതിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. ഏതാണ് ആ ശക്തി? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നാം എന്ത് ചെയ്യണം? അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. പിന്നെ ഒരു കാര്യം വേണം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ ധരിപ്പീൻ. സകല പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽപ്പീൻ എന്നാണ് വചനം പറയുന്നത്. യുദ്ധം വരുമ്പോൾ നാം ചാടിപ്പുറപ്പെടുകയല്ല, നമ്മുടെ ജഡത്തിൻ്റെ കരുത്ത് കാണിക്കുകയല്ല, ശക്തി കാണിക്കുകയല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ ശത്രുക്കളുടെ വ്യാപാരം മാറിപ്പോകും. അത് പുറമേയുള്ള ആളുകളിൽ നിന്നുള്ള എതിർപ്പുകളും അകമേയുള്ള ആന്തരികമായ യുദ്ധങ്ങളും പൈശാചിക സേനയുടെ യുദ്ധങ്ങളെല്ലാം മാറിപ്പോകും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ രാജാവിന് അങ്ങനെ വലിയൊരു ബോധം കിട്ടി. അനേകർക്ക് കിട്ടാത്തൊരു ബോധമാണത്. പണമുള്ളവർ പണത്തിൽ ആശ്രയിക്കും, സ്വാധീനമുള്ളവർ സ്വാധീനത്തിൽ ആശ്രയിക്കും, രാഷ്ട്രീയമുള്ളവർ രാഷ്ട്രീയ സ്വാധീനത്തിൽ ബന്ധപ്പെടും. ഇങ്ങനെ കഴിയാവുന്നിടത്തോളം എല്ലാം നോക്കും. പക്ഷേ ഒരു ദൈവം ഇതിൽ ആശ്രയിക്കുന്ന കൃപയിലാണ്. കൃപ, കർത്താവിൻ്റെ അമിത ബലത്തിൽ, കർത്താവിൻ്റെ ശക്തിയിൽ. അങ്ങനെ കർത്താവിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോയാൽ നാം ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല. 14-ാം വാക്യം, അപ്പോൾ സഭാമധ്യേ വെച്ച യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥന്യാവിൻ്റെ മകനായ ഏലിൻ്റെ മകനായ ബെനായാവിൻ്റെ മകനായ സഖര്യാവിൻ്റെ മകൻ യഹസിയേൽ എന്നൊരു ലേവിൻ്റെ മേൽ വന്നു. സഭ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ്റെ മേൽ ആത്മാവ് വന്നു. സ്തോത്രം. എന്തിനാണത്? അവനിലൂടെ അരുളപ്പാട് അറിയിക്കാനാണ്. ആ ലേവ്യനിൽ നിന്നുകൊണ്ട് ദൈവത്തിന് ഈ ജനത്തോട് അരുളപ്പാട് അറിയിക്കണം, ദൂതറിയിക്കണം. അങ്ങനെയാണ് പലപ്പോഴും സഭാമധ്യത്തിൽ, ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ദൂതുകൾ തരുന്നത്, ചില പ്രവചനങ്ങൾ തരുന്നത്, ചില ദർശനങ്ങൾ തരുന്നത്. അതൊന്നും ദൈവീയമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് പോഷത്വമൊന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം കൃപകളുമുണ്ട്, കൃപാവരങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം ആത്മാവിൻ്റെ ദൂതുകളും പ്രവചനങ്ങളുമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം കാലം എല്ലാ കൃപാവരങ്ങളും വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് സഭയുടെ ആത്മീയ നന്മയ്ക്കാണ്. സഭ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സഭയുടെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കർത്താവ് അയക്കും.
ഇത് വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സത്യങ്ങളാണ്. പക്ഷേ ഈ സത്യങ്ങൾ നിത്യമായ സത്യങ്ങൾ പോലെ ഇങ്ങനെ നിൽക്കുമെങ്കിലും അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. മനുഷ്യൻ്റെ കൊച്ച് കുരുട്ടുബുദ്ധിയിൽ എന്തൊക്കെയോ ചിന്തിച്ചവൻ എന്തൊക്കെയോ പുലമ്പുകയാണ്, എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്, എന്തൊക്കെയോ എഴുതി വയ്ക്കുകയാണ്. സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ മനുഷ്യൻ കാണിക്കുന്ന ഇതെല്ലാം കണ്ടിട്ട് ദൈവം ഇരുന്ന് ചിരിക്കും. എന്ത് ഭോഷത്തവൻ എഴുതി വെച്ചിരിക്കുന്നത്? എൻ്റെ വചനത്തിൽ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്നേക്കാൾ വലിയവനാകാൻ നോക്കുകയാണ്. അവനൊക്കെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആലോചനയിലൊക്കെ എടുത്ത് വ്യക്തി സ്വന്തം സ്വയത്തിൽ നിന്നുകൊണ്ടുള്ള ബുദ്ധിയുടെ ഇൻ്റർപ്രിട്ടേഷൻ അതെല്ലാം നടത്തി വചനം വളച്ചൊടിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിനവനായ ഇസ്ഹാക്കിന് വേണ്ടി റിബേക്കയെ ഒരുക്കിയതുപോലെ, ഇതാ എലിയാസാർ ഒരുക്കിയതുപോലെ എന്ന് ഏലിയാസാറാകുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാന്തനായി ക്രിസ്തു വരും. എവിടെ? മധ്യാകാശത്തിൽ. ആ മധ്യാകാശത്തിൽ ക്രിസ്തു വരുമ്പോൾ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും, പറന്നു ചെല്ലും. മധ്യാകാശത്തിൽ വലിയൊരു കൂടിക്കാഴ്ച നടക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. ലോകത്തിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്താൻ ചിന്തിക്കുന്നതിന് മുമ്പ് ദൈവം എഴുതി വെച്ചു മനുഷ്യൻ ആകാശത്ത് പറന്ന് ചന്ദ്രനിൽ കാലുകുത്തുമെന്ന്. സ്തോത്രം. ഈ ടെലിവിഷൻ അതൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ഇൻ്റർനെറ്റ് ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചു. ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു കാര്യം ലോകം മുഴുവൻ ഒരുമിച്ച് കാണുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ഏതെല്ലാം പ്രവചന പുസ്തകങ്ങളിൽ പ്രവചനങ്ങൾ നിറവേറി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന്. നിറവേറി. കർത്താവിന് സ്തോത്രം. എല്ലാം നിറവേറി പറയേ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി നിറവേറാനുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം, ഏറ്റവും വലിയ പ്രവചനം ഏതാണെന്നറിയാം? യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങണം. പോകട്ടെ. ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് യുദ്ധമുണ്ട്, ആത്മീയ യുദ്ധങ്ങളുണ്ട്, പാപത്തോടുള്ള പോരാട്ടങ്ങളുണ്ട്, ജഡത്തിൻ്റെ പോരാട്ടങ്ങളുണ്ട്. പക്ഷേ അതിന് ജയിക്കണമെങ്കിൽ സ്വന്തം മെയ്ക്കരുത്തലോ സ്വന്തം കരുത്തലൊന്നും ആശ്രയിച്ചാൽ ജയിക്കാൻ പറ്റിയല്ല മോനെ. നീ കർത്താവിലോ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം, ബലപ്പെടണം. അങ്ങനെയാണ് യെഹോശാഫാത്ത് അങ്ങനെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു. അവൻ പറഞ്ഞതാ ലേവ്യനിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൂത് കൊടുക്കുകയാണ്. അവൻ പറഞ്ഞതെന്നാൽ യഹൂദ്യരൊക്കെയും യെരുശലേം നിവാസികളും യെഹോശാഫാത്ത് രാജാവുമായുള്ളവരെ, രാജാവിന് ദൂത്, യഹൂദ്യർക്ക് ദൂത്, യെരുശലേം നിവാസികൾക്ക് ദൂത് കിട്ടുകയാണ്. ഈ ദൂത് കിട്ടുമ്പോൾ എന്താ വേണം? നിശ്ചലമായിരിക്കരുത്. ദൂത് കിട്ടുമ്പോൾ റിസീവ് ചെയ്തോളണം. കർത്താവിന്റെ സ്തോത്രം. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളണം. ചിലരെത്ര ദൂത് പറഞ്ഞാലും ചുണ്ടനക്കുകയില്ല. ചുണ്ടനക്കുക എന്താ പാവാന്ന് അവരുടെ ചിന്ത. എന്തെങ്കിലും തെറ്റുവന്ന് പോയാലോ അവർ ആമയും പറയുകയില്ല, റിസീവിങ് ലോഡ് എന്ന് പറയുകയില്ല. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തിനീ ആവശ്യമില്ലാത്ത ഒഫീഷ്യാലിറ്റീസ്, എന്തിനീ ആവശ്യമില്ലാത്ത ഫോർമാലിറ്റീസ്? വിട്ടുകൊടുക്കുക പ്രിയരെ, വിട്ടുകൊടുക്കുക. നമ്മുടെ ഈ ശരീരമൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തെ ആർത്തുപാടി കൈകളടിച്ച് സ്തുതിക്കാനാണ്. ഈ നാവ് തന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കാനാണ്. ഈ ശബ്ദം തന്നിരിക്കുന്നത് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാനാണ്. ചിലർ ചോദിക്കുക, എന്തിനാണ് ഉച്ചത്തിൽ സ്തുതിക്കണേ? ഉള്ളിൽ പയ്യെ, അല്ലെങ്കിൽ പയ്യെ ചുണ്ട് സ്തുതി പറഞ്ഞാൽ പോരെ? കർത്താവിന് സ്തുതി എന്ത് പറയാനാണ്? ഓരോ കാഴ്ചപ്പാടുകൾ. കർത്താവ് അവർക്ക് വെളിവും സുബോധവും ബുദ്ധിയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് ശബ്ദം തന്നത്, നമുക്ക് കൈകാലുകൾ തന്നത്, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിനെ ആരാധിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. നാവും പഞ്ചേന്ദ്രിയങ്ങൾ, ആന്തരികമായ പഞ്ചേന്ദ്രിയങ്ങളും ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ ആരാധിക്കണം, കർത്താവിന് മഹത്വം കരയറ്റണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദ് രാജാവിന് അങ്ങനെ ഒരു സുബോധം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടും ചേർന്ന് പഞ്ഞി നൂല് അംഗീകരിച്ച് കർത്താവിനെ ആരാധിച്ചു. പക്ഷേ സ്വന്തം ഭാര്യ വീട്ടിലിരുന്ന് ദാവീദിനെ കളിയാക്കി. ആരാധനയുള്ള ദാവീദ് പട്ടണത്തിൽ ആരാധിക്കുന്നു. ആരാധനയെ പുച്ഛിക്കുന്ന മീഖള് കൊട്ടാരത്തിലിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ആരാധനയെ ഹൃദയത്തിൽ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്ത മീഖളിന് മരണവരെയെന്ന കുഞ്ഞുങ്ങളുണ്ടായില്ല. ദാവീദ് അപ്പോസ്തല പ്രവൃത്തികളിൽ ദാവീദിനെ കുറിച്ച് പറയുന്നു, ഹീസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരം മനുഷ്യനായിരുന്നു ദാവീദ്. തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തൻ്റെ ജനത്തോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം സാക്ഷീകരിച്ചു. ആരാധന എതിർക്കല്ലേ, പുച്ഛിക്കല്ലേ, അന്യഭാഷയൊക്കെ ചുമ്മായിട്ട് പറയല്ലേ മോനെ.
നിനക്കൊരു അല്പം ആത്മീയം എന്തൊക്കെയോ മനസ്സിലായെന്ന് ചോദിച്ചാൽ അന്യഭാഷ എന്താണെന്ന് നിനക്കറിയാവോ? നിനക്കില്ല, നിനക്ക് കിട്ടിയിട്ടില്ല. അന്യഭാഷ പല വിധത്തിലുണ്ട്. സ്തോത്രം. വിവിധ തരത്തിലുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതുണ്ട്, സഭയിൽ ഉപയോഗിക്കാവുന്നതുണ്ട്, സഭയിൽ ഉപയോഗിക്കേണ്ടാത്തതുണ്ട്. കർത്താവിന് സ്തോത്രം. ഇതൊന്നും അറിയാതെ അന്യഭാഷയെന്ന് മാത്രം കേൾക്കുമ്പോൾ അതിനെ പുച്ഛിക്കുകയും മറുഭാഷ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന അന്യഭാഷയാണെങ്കിൽ അതിനെ ദുഷിച്ചാൽ കേടുപറ്റും മോനെ, കേടുവരും. അതുകൊണ്ട് കേടുപറ്റാൻ നോക്കല്ലേ. ഞാൻ സ്നേഹത്തോടെ ഇതൊക്കെ പറയുന്നത്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇഷ്ടം പോലെ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ യഥേഷ്ടം അങ്ങ് വിട്ടുകൊടുക്ക് മോനെ. നിൻ്റെ ചിന്തകളും നിൻ്റെ ആത്മീയവും നിൻ്റെ പഴയ ആത്മീയവും നിൻ്റെ കുറേ പാരമ്പര്യങ്ങളും നിൻ്റെ ചില ശീലങ്ങളും നിൻ്റെ കൂട്ടായ്മയിലുള്ള ചില ശീലങ്ങളൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവ് അഖിലാണ്ടത്തിൽ മുഴുവൻ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാണ്, ഒരു വ്യക്തിയാണ്. എല്ലാം അങ്ങ് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചോളും. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് നിയന്ത്രിച്ചോളും. അങ്ങനെയെങ്കിൽ നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടും. എൻ്റെ പ്രിയ യഹോശാഫാത്ത് രാജാവ് യുദ്ധം വന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് ചെന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്ക് മറുപടി കിട്ടി. അത് നമുക്ക് അടുത്ത പ്രസംഗത്തിൽ ചിന്തിക്കാം. നിങ്ങളെന്ത് പറയുന്നു? ഈ ജീവനുള്ള ദൈവത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാമോ? പ്രതിസന്ധികൾ വെച്ച് പ്രാർത്ഥിക്കാമോ? പോരാട്ടങ്ങൾ, സാമ്പത്തിക പോരാട്ടങ്ങൾ കാണും, പാപത്തിൻ്റെ പോരാട്ടങ്ങൾ കാണും, നാട്ടുകാരിൽ നിന്ന് സ്വന്തക്കാരിൽ നിന്നുള്ള പോരാട്ടം കാണും, സുവിശേഷ വിരോധികളിൽ നിന്നുള്ള പോരാട്ടങ്ങൾ വരും. അപ്പോൾ ദൈവസേനയിൽ മുഴങ്കാൽ മടക്കി ഉപവാസത്തോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് അതങ്ങ് ഏറ്റെടുക്കും. പിന്നെ കർത്താവ് കൺട്രോൾ ചെയ്തോളും. നീ പേടിക്കണ്ട മോനെ. അങ്ങനെ ഒരു സ്വർഗീയ സമാധാനത്തിൻ്റെ വഴിയുണ്ട്. നീ എല്ലാം തലക്കയറ്റി വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കണ്ട. നിനക്ക് വേണ്ടി ചുമക്കാൻ ഒരുവനുണ്ട്. അവൻ്റെ പേരെത്ര? യേശുക്രിസ്തു. നിൻ്റെ ഭാര്യയൊക്കെ ഇവിടെ വിളിപ്പിച്ചോളൂ, അവൻ നിന്നെ പുലർത്തും. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ ഞാൻ പറഞ്ഞ ഈ വാക്കുകളെക്കാൾ ഉപരി അതിൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ വിടുവിക്കട്ടെ, സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ വ്യക്തിപരമായി വിളിച്ച് നിങ്ങളോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ ഈ സൗകര്യം ഉപയോഗിക്കുക. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.